എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ചെക്കൻ ലൂഫി അവനാണെങ്കിൽ വലിയ രണ്ട് കത്തിയൊക്കെ എടുത്ത് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെട്ടി മുറിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇന്ന് വരെ ഒരു കട്ടൻ ചായ പോലും ഇട്ടിട്ടില്ല. അവനാണ് ഇപ്പൊ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. വലിയ തൊപ്പിയൊക്കെ എടുത്തു വെച്ച് മാസ്റ്റർ ഷെഫിന്റെ ഭാവത്തില് അവനെല്ലാം തന്നെ അങ്ങനെ വെട്ടി അരിയാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ പെപ്പോംസ് അവൻ താഴേക്ക് വീണ വീഴ്ചയിൽ കൂടുതൽ പരിക്കുകളൊക്കെ പറ്റി അനങ്ങാതെ കിടക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ അവനെ ചെക്ക് ചെയ്ത് വീണ്ടും ആവശ്യത്തിനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കും. അപ്പോഴായിരിക്കും പെട്രോ അവൻ ആ ന്യൂസ് പേപ്പറുമായിട്ട് ഇപ്പൊ താഴേക്ക് ചാടി വരിക. ലൂഫി അവനെവിടെ, എനിക്ക് എത്രയും വേഗം അവനെ കാണണമെന്ന് പറയും. ഇവരോട് നിലവിളിയൊക്കെ കേട്ട് ലൂഫി അവിടേക്ക് ഓടിയെത്തും. പെട്രോ ആ ന്യൂസ് പേപ്പർ അത് ലൂഫിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് ആ ന്യൂസ് കണ്ട് ഫ്രീസ് ആവും. റവല്യൂഷണറി ആർമിയുടെ ആ ഒരു ഐലാൻഡ് അത് കണ്ടെത്തി എന്നായിരിക്കും ന്യൂസിൽ ഉണ്ടാവുക. ലൂഫിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ടെൻഷൻ അതങ്ങനെ കൂടി വരും. ഇനി ഒരു പക്ഷേ റവല്യൂഷണറി ആർമിയെ അവരെല്ലാവരും ചേർന്ന് പിടിച്ചിട്ടുണ്ടാവുമോ? പെട്രോ ആണെങ്കിൽ ഡ്രാഗൺ ലൂഫിയുടെ പപ്പയാണെന്ന് തിരിച്ചറിഞ്ഞാണ് ആ ഒരു ന്യൂസ് പേപ്പർ അവനെ കാണിക്കുക. പക്ഷെ ലൂഫി ആണെങ്കിൽ ഇതുവരെ അവന്റെ പപ്പയെ കണ്ടിട്ടില്ല. മാത്രമല്ല അവന്റെ പപ്പ ഡ്രാഗൺ ആണെന്നുള്ള കാര്യം അത് ഓൾറെഡി അവന്റെ ഗ്രാൻഡ് പാ അവനോട് പറഞ്ഞിട്ടും ആ കാര്യം അവനിപ്പോ മറന്നിരിക്കുകയാണ്. ലൂഫി ആ ന്യൂസ് പേപ്പറിൽ സാബോയെ തന്നെ നോക്കും. അതിനുശേഷം അവിടെയുള്ളവരോട് പറയും, ഈ സാബോ ഇവൻ റവല്യൂഷണറി ആർമിയുടെ കമാൻഡർ ആണ്. അതിനുപരിയായിട്ട് ഇവൻ എന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞ് അവനെ തന്നെ നോക്കി ടെൻഷൻ അടിക്കും. അതിന് നാമി ആണെങ്കിൽ വണ്ടർ അടിച്ച് പറയും, ഈ കാണുന്ന ഡ്രാഗൺ അത് നിന്റെ പപ്പയാണ്. ആളെക്കുറിച്ച് ഓർത്ത് നിനക്ക് യാതൊരു ടെൻഷനും ഇല്ലേ? അവളത് പറയേണ്ട താമസം ലൂഫി ഒരു സെക്കൻഡ് ഞെട്ടുകയാണ്. ഇപ്പോഴാണ് ആദ്യമായിട്ട് അവന്റെ പപ്പയുടെ ഫേസ് അതവൻ കാണുന്നത്. അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കും. ആ ഗ്യാപ്പിൽ ക്യാരറ്റ് ആണെങ്കിൽ നമ്മുടെ ലൂഫിയെ ഉമ്മ വെച്ചും കടിച്ചും ഒക്കെ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് റബ്ബർ പവർ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ നാമി അവൾ ആ ന്യൂസ് പേപ്പർ പിടിച്ചു മേടിച്ച് ന്യൂസ് വായിക്കും. വർജസ് ലീക്ക് ചെയ്ത പ്രകാരം ആ ഒരു ഐലാൻഡ് അത് നേവിക്കാരും പൈററ്റ്സും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. നേവിക്കാർ അവിടെ എത്തുമ്പോഴേക്കും അവിടെ മുഴുവനായിട്ടും തകർന്ന് തരിപ്പണമായിരുന്നു. ആ ബ്ലാക്ക് ബിയർഡ് ആൻഡ് ടീം അവരവിടേക്ക് വന്ന് റവല്യൂഷണറി ആർമിയായിട്ട് ഫൈറ്റ് ചെയ്തു. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് കലി കയറി വരും. പക്ഷെ നാമിക്കാണെങ്കിൽ മനസ്സിലാവില്ല എന്തുകൊണ്ടായിരിക്കും ഒരു എംപററായ ബ്ലാക്ക് ബിയർഡ് ഇപ്രകാരം ഒരു അറ്റാക്ക് അത് റവല്യൂഷണറി ആർമിക്ക് നേരെ അയച്ചു വിട്ടതെന്ന്. പക്ഷെ ലൂഫിക്ക് പിടികിട്ടും. സാബോയും ജസും അവർ രണ്ടുപേരും ആ ഒരു മാൻഷനിൽ വെച്ച് ഫൈറ്റ് ചെയ്തിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇത് നടന്നതെന്ന്. ലൂഫി ആണെങ്കിൽ നാമിയുടെ കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കും. അതില് റവല്യൂഷണറി ആർമിയിലുള്ള ആർക്കും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതായിട്ടും ബ്ലാക്ക് ബിയർഡ് അവരെ പിടിച്ചെടുത്തായിട്ടും ഒന്നും കാണില്ല. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഓക്കെ കുഴപ്പമില്ല, എന്റെ ബ്രദർ അവൻ സേഫ് ആണെന്ന് പറഞ്ഞു നിൽക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചോപ്പർ അവൻ അവിടേക്ക് ഓടിയെത്തുക. ലൂഫി സത്യം പറയും, നീ കിച്ചണിൽ എന്താ കുക്ക് ചെയ്തേ? അതിന് ലൂഫി ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് കിച്ചണിന്റെ ഭാഗത്തേക്ക് നോക്കും. കിച്ചണിന്റെ ഒരു സൈഡ് മുഴുവൻ തീ പിടിച്ച് കത്തി എരിയാണ്. അപ്പോഴായിരിക്കും ലൂഫി അവന്റെ കുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കുക. അവൻ ഒരുപാട് മീറ്റൊക്കെ എടുത്തു വെച്ച് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ആ തീ മുഴുവൻ ഒരു ഭാഗത്തേക്ക് അങ്ങനെ പടർന്നു പിടിച്ചു കഴിഞ്ഞു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ഭാഗം മുഴുവനായിട്ടും പൊട്ടിത്തെറിച്ച് കത്തി നശിക്കും. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ആ തീ അണയ്ക്കെന്ന് പറഞ്ഞ് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും നല്ല ഫോഴ്സിലേക്ക് അവിടെ മഴ പെയ്യാണ്. മഴ നന്നായിട്ട് പെയ്യേണ്ട താമസം ആ തീ അത് പതിയെ കെടാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതിനുശേഷം പെട്രോ, ചോപ്പർ, ലൂഫി ഒരു 3 പേരും ചേർന്നാണ് ഓൾമോസ്റ്റ് ആ കപ്പലിലെ ജോലികളെല്ലാം ചെയ്യുക. നാമി ആണെങ്കിൽ കപ്പൽ കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. കപ്പലാണെങ്കിൽ വലിയ അലയിലൊക്കെ ആടി ഒലഞ്ഞ് മുൻപോട്ടേക്ക് കുതിച്ചു പോകും. ചോപ്പറിനാണെങ്കിൽ നിൽക്കാൻ കഴിയാതെ അവൻ തെറിച്ചു വീഴുകയാണ്. കട്ട് ചെയ്ത സോ ഐലാൻഡില് വാണ്ട ഫുൾ കലിപ്പില് ക്യാരറ്റിനെ അന്വേഷിച്ച് നടക്കുകയാണ്. വേറെ വഴിയില്ലാതെ കൊരങ്ങച്ചൻ എല്ലാ കാര്യങ്ങളും വാണ്ടയോട് തുറന്നു പറയും. അതിന് വാണ്ടയാണെങ്കിൽ അവനെ ആശ്വസിപ്പിച്ച് കുഴപ്പമില്ല, ലൂഫിയൻ ടീമിന്റെ കൂടെയാണ് അവൾ പോയത്, തീർച്ചയായിട്ടും അവളെ അവര് പ്രൊട്ടക്ട് ചെയ്യും, പക്ഷെ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. ഒരു ഭാഗത്ത് ആ ഡ്യൂക്ക് കിങ് ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാണ്. കാരണം ഇങ്ങനെ ഈ സോ ഐലാൻഡ് അത് കണ്ടെത്തിയെന്ന് ആൾക്ക് മനസ്സിലായി. വിബറു കാർഡിന്റെ സഹായത്താലാണ് അവർ ഇവിടേക്ക് എത്തിയത്. പക്ഷെ കുഴപ്പമില്ല, ആ ജയന്റ് ആന വില്ലന്മാരെ എല്ലാവരെയും തകർത്തു കഴിഞ്ഞു. ഇനി പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ ആശ്വസിച്ച് നിൽക്കും. കട്ട് ചെയ്ത കടലിന്റെ അടിഭാഗം കാണിക്കും. അവിടെ ആ ചാക്കോ വില്ലൻ അവനാണെങ്കിൽ ആ വെള്ളത്തിന്റെ അടിയിൽ അങ്ങനെ കിടക്കുകയാണ്. അടുത്ത നിമിഷം അവൻ കണ്ണു തുറക്കും. ആക്ച്വലി അവനൊരു ഫിഷ്മാൻ ആണ്. ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളത് കൊണ്ട് തന്നെ അവന് നീന്താനായിട്ട് കഴിയില്ലെങ്കിലും പക്ഷേ ഫിഷർമാൻ ആയതുകൊണ്ട് തന്നെ അവനിപ്പോ വെള്ളത്തില് ശ്വാസം എടുക്കാനും സർവൈവ് ചെയ്യാനും സാധിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സാക്ഷാൽ കൈഡോയെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് തിരിതെറ്റിയിരിക്കുകയാണ്. അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കും, ബോസ് എന്തു പറ്റി, എന്താ ഉണ്ടായേ?
അതിനവനാണെങ്കിൽ വീണ്ടും വീണ്ടും ഡ്രിങ്ക്സ് കുടിച്ച് അവരോട് പറയും ഇനി ആ മാൻ മെയ്ഡ് ഡബിൾ ഫ്രൂട്ട് കിട്ടാൻ പോകുന്നില്ല. അത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഗിഫ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇനി നമുക്ക് കഴിയില്ല. അതുമാത്രമല്ല, ആ ജാക്ക് അവൻ നേവിക്കാരോട് ഏറ്റുമുട്ടി ഡോഫ്ലമിംഗോയെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ ദയനീയമായിട്ട് അതിൽ പരാജയപ്പെട്ടു. ഇപ്പൊ ജാക്ക് എവിടെയാണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഡോഫ്ലമിംഗോയും അവനുമായിട്ടുണ്ടായ കരാറും എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവനിപ്പോ പൊട്ടിക്കരയും. കൈഡോ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെയും ലോയുടെയും ഫോട്ടോ നോക്കി അങ്ങനെ ദേഷ്യത്തില് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും മനസ്സിലാവാത്തത് എങ്ങനെ ഡോഫ്ലമിംഗോ ലൂഫിയുടെ ലോയുടെയും മുൻപിൽ തോറ്റുപോയെന്നാണ്. അവൻ ഇത്രയും കാലവും ഡോഫ്ലമിംഗോ കൊടുത്ത ആ മാൻമേഡ് ഡബിൾ ഫ്രൂട്ട് അതിന്റെ പവറിലാണ് ബീസ്റ്റ് പൈററ്റ്സിനെ ക്രിയേറ്റ് ചെയ്ത് വലിയൊരു ടീമിനെ തന്നെ ഫോം ചെയ്തത്. ഇനി ആ ടീമിലേക്ക് ആരെയും അവൻ ആഡ് ചെയ്യാൻ കഴിയില്ല. അതോർത്ത് അവൻ വിങ്ങി പൊട്ടിക്കരയും. അവന്റെ കണ്ണുനീര് അത് വലിയ മഴ പോലെ താഴെയുള്ളവരുടെ ദേഹത്ത് വന്ന് വീഴുകയാണ്. കൈഡോയ്ക്ക് ഒരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോ അതൊക്കെ തന്നെ കൊളമായിരിക്കുകയാണ്. അവൻ ദേഷ്യപ്പെട്ട് ഡോഫ്ലമിംഗോയെ വായിൽ വരുന്ന ചീത്തയെല്ലാം വിളിക്കും. ഉടനെ അവന്റെ അസിസ്റ്റൻസ് അവര് പറയും, സത്യത്തില് മാസ്റ്റർ, നിങ്ങളും ഞങ്ങളും എല്ലാവരും ആ ലൂഫിയൻ ടീമിനെ വളരെ വില കുറച്ച് കണ്ടു. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റും തോൽവിയെന്ന് പറഞ്ഞ് ലൂഫിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കും. അത് കണ്ട് കാലി കയറിയ കൈഡോ അവർക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. ഇനി അവിടെ നിന്ന പണി കിട്ടുന്നു മനസ്സിലാക്കിയ അവരെല്ലാവരും നിലവിളിച്ച് 4 ഭാഗത്തേക്ക് ഓടും. കൈഡോ ആണെങ്കിൽ ലോയുടെയും ലൂഫിയുടെയും ഫോട്ടോ പിടിച്ചുകൊണ്ട് നിന്ന അവരെ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് ഒരൊറ്റ അടി. കോട്ടയുടെ വലിയ ചുമരും തകർത്ത് അവർ രണ്ടുപേരും കടലിലേക്ക് ചെന്ന് വീഴുകയാണ്. അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ അവിടെ തീരുമാനമായി. കൈഡോ ദേഷ്യപ്പെട്ട് പറയും, ലൂഫിയും ലോയും അവർ രണ്ടുപേരും പുതിയ ജനറേഷനിലുള്ളവരല്ലേ? ഞങ്ങളുടെ പവർ അവർക്ക് ശരിക്കും അറിയില്ല. ഈ നിമിഷം മുതൽ അവർ രണ്ടുപേരുമാണ് എന്റെ പ്രധാന ശത്രുക്കള്. അവരെ ഞാൻ തകർക്കും. അവർക്ക് രണ്ടുപേർക്കും അറിയില്ല അവരാരോടാണ് കളിച്ചതെന്ന്. തീർച്ചയായിട്ടും അവർക്ക് ഞാൻ കളി പഠിപ്പിക്കുന്നു പറഞ്ഞ് അടുത്തുള്ള ഒരു സെല്ലിലേക്ക് വരും. ഇവിടെയാണെങ്കിൽ ഒരുപാട് അടിയിടിയൊക്കെ കിട്ടി ചോരയൊക്കെ തുളുമ്പി ഒരാള്, അത് മറ്റാരുമല്ല യൂസ്റ്റസ് കിഡ്. കൈലോ അവനോട് പറയും, നിന്റെ ജനറേഷനിലുള്ളവരാണ് ആ ലൂഫിയും ലോയും. അടുത്ത എൻ്റെ എര അവർ രണ്ടുപേരുമാണ്. ഈ അടക്കം എന്നോട് കളിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. നിന്റെ അതേ ഗതി തന്നെ ആയിരിക്കും അവർക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ 1000 സണ്ണി കപ്പൽ കാണിക്കും. അവർ വേഴ്സ്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്തേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അഭിമാനം. കാരണം അവൻ ആദ്യമായിട്ട് ഫുഡ് കുക്ക് ചെയ്തു. തീ പിടിച്ച് കത്തിപ്പോയ ഭാഗങ്ങളെല്ലാം തന്നെ കവർ ചെയ്ത് ലൂഫി ആണെങ്കിൽ അവനുണ്ടാക്കിയ ഫുഡ് വലിയൊരു അണ്ടാവില് അവിടെ ഉള്ളവർക്ക് മുൻപിലേക്ക് അങ്ങനെ നീട്ടുകയാണ്. ഫ്യൂച്ചർ പൈററ്റ് കിങ്ങിന്റെ കൊണ്ടുണ്ടാക്കിയ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അത് വാരി വാരി തിന്നും. അടുത്ത നിമിഷം തന്നെ അത് കഴിച്ചവരെല്ലാവരും ഛർദ്ദിക്കും. ഇത്രയും വൃത്തികെട്ടൊരു ഫുഡ് ഇവരുടെ ഇത്രയും കാലത്തെ ലൈഫിൽ അവർ കഴിച്ചിട്ടില്ല. ഇപ്പംസിനാണെങ്കിൽ ആ ഫുഡിന്റെ സ്മെല്ല് അതടിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാനായിട്ട് വരും. ലൂഫി ഒരുപാട് വിഷമത്തിൽ അവനുണ്ടാക്കിയ ഫുഡ് വാരി തിന്നും. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഫുഡ് ഉണ്ടാക്കിയത്. എന്നിട്ടിപ്പോ നിങ്ങൾക്കിതിന് കുറ്റം മാത്രമേ ഉള്ളൂ അല്ലേ? ആർക്കൊക്കെ എന്റെ ഫുഡ് വേണ്ടെങ്കിലും എനിക്ക് എന്റെ ഫുഡ് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനത് തിന്നാനായിട്ട് തുടങ്ങും. അതേസമയം നാമി എന്തെങ്കിലും മര്യാദയ്ക്ക് കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ആ ഫുഡ് സ്റ്റോറേജ് അത് ഓപ്പൺ ചെയ്യും. അവിടെയാണെങ്കിൽ ഒരു മുന്തിരി പോലും അവിടെ അവൻ ബാക്കി വെച്ചിട്ടില്ല. നാമിയാണെങ്കിൽ ഫുൾ കലിപ്പിൽ തിരികെ വന്ന് ലൂഫിയോട് ഒരാഴ്ചത്തേക്ക് സ്റ്റോർ ചെയ്തിരുന്ന ഫുഡ് ഐറ്റംസ് അതെവിടെയും ചോദിക്കും. ഇതിനവൻ ക്യാഷ്വലായിട്ട് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അത് മുഴുവൻ ഉപയോഗിച്ചാണ് ഞാൻ കുക്ക് ചെയ്തത്. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും അങ്ങനെ ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.